ഇന്നലെ ഉച്ചയ്ക്ക് കടുവയെ കണ്ട സ്ഥലത്തു നിന്നും 500 മീറ്ററിനുള്ളിലാണ് ഇന്ന് വീണ്ടും കടുവയെ കണ്ടത്. കൃഷിയിടത്തിൽ കടുവ കിടക്കുകയായിരുന്നു. അധിക ദൂരം സഞ്ചരിക്കാത്തതിനാൽ കടുവ അവശനാണെന്നാണ് വനം വകുപ്പ് നിഗമനം. പ്രദേശത്തിന് ചുറ്റും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം പിന്നീട് കണ്ടെത്താനായില്ല. മയക്കുവെടി വെക്കാനായി ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാസർഗോഡ് നിന്നെത്തി. എന്നാൽ കടുവ പിടിതരാത്തതിനാൽ ദൌത്യം അവസാനിപ്പിച്ചു. അതേസമയം രാത്രി മടങ്ങിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. അവിടുന്ന് സെർച്ച് ചെയ്ത് താഴോട്ട് എവിടെയെല്ലാം തപ്പി അവർ താഴെറങ്ങി. ഇപ്പോൾ അവർ പറഞ്ഞ സാധനത്തിനെ കാണുന്നില്ല. സാധനം പോയെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ ഈ സ്കൂളും ഈ പരീക്ഷയുള്ള സമയത്ത് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകും? ഈ സാധനത്തിനെ ഇടയ്ക്ക് വിട്ട് ഇത് കണ്ണിൽ നിന്ന് പറഞ്ഞ് താത്തി ഉപയോഗിച്ച് പോകാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അവിടെ കടുവ ചാടി കടുവ കാറിയെന്ന് അവർ പറയുന്നു. ഞാൻ അന്നേരം അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പാട്. ഇതിൽ തന്നെ കടുവ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളിവിടെ നിന്നു വെറുതെ മെനക്കെട്ടു. രാത്രി വളർത്തുനായകളെ തേടി കടുവ വീടുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രദേശവാസികളിൽ ഭീതി ജനിപ്പിക്കുന്നത്. ഇന്നലെ റോഡരികിൽ കണ്ട കടുവ വീട്ടുമുറ്റത്തു കൂടി നടക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.